ചെസ്സിലെ തന്റെ ലോകം തുറന്നിട്ടേയുള്ളൂവെന്നും മാഗ്നസ് കാൾസൺ കൈവരിച്ച നേട്ടങ്ങളാണ് താൻ ലക്ഷ്യമാക്കുന്നതെന്നും കളിക്കു ശേഷമുള്ള മാധ്യമ സമ്മേളനത്തിൽ ഗുകേഷ് പറഞ്ഞു. എല്ലാ കളികളിലും കഴിയുന്നത്ര ആക്രമിച്ച് കളിക്കുക എന്നതായിരുന്നു തന്ത്രം. അവസാന നിമിഷം വരെ അത് വിജയിച്ചെന്ന് പറയാനാവില്ല. പക്ഷെ ഒരു നിമിഷം, ഒരു ഗെയിം ആ തന്ത്രത്തിന് തൃപ്തികരമായ ഫലം തന്നു. തന്റെ തന്ത്രത്തെക്കുറിച്ച് ഗുകേഷ് വെളിപ്പെടുത്തി. പിന്നണിയിൽ ഗുകേഷിന്റെ പരിശീലകർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഗജു, എന്റെ പ്രിയപ്പെട്ട ഗജേവ്സ്കി, റാഡോസ്ലാവ് വോഡാസെക്, പെറ്റല ഹരികൃഷ്ണ, വിൻസെന്റ് കെയ്മർ, യാൻ ക്രിസ്റ്റോഫ് ഡ്യൂട്ടായൻ, ക്ലിംബോസ്കി, കാൻഡിസൈഡ്സ്, വിശ്വനാഥ് ആനന്ദ് ടീമിലുണ്ടായിരുന്നെങ്കിലും എന്നും സഹായമായി ഒപ്പമുണ്ടായിരുന്നു. പാഡി അപ്ടൺ ചെസ്സിന് പുറത്തുള്ള കാര്യങ്ങളിൽ നല്ല പിന്തുണ നൽകുകയും ചെയ്തു. എല്ലാവർക്കും നന്ദി. ഡിങ് ലിറനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി നൽകിയത്, ഡിങ് ലിറർ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ്. അദ്ദേഹവും ടീമും മികച്ച പ്രകടനമാണ് നടത്തിയതും. കളിയിലെ അദ്ദേഹത്തിന്റെ പിഴവുകളിൽ സങ്കടമുണ്ട്. ഇന്ത്യ വിശ്വനാഥൻ ആനന്ദ് ആരാണെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ രാജ്യത്തെ എവിടെയും പ്രതിനിധീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. വിശിസാറിനും നഷ്ടപ്പെട്ട കിരീടം തിരിച്ചുപിടിക്കാനായതിൽ സന്തോഷം. ഞാനൊരു കുട്ടിയായി ആനന്ദ് മാഗ്നസ് കാൾസൺ മത്സരം കണ്ടതാണ്. അത് തിരിച്ചു നൽകാൻ എനിക്കായി, എനിക്കും പ്രിയപ്പെട്ടവർക്കും എന്റെ രാജ്യക്കാർക്കും വേണ്ടി. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ അല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്നത്, ഞാൻ അതിനും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ ആകണമെന്ന്. അത് യാഥാർത്ഥ്യമായി മാറി. പണ്ട് ആനന്ദ് മാഗ്നസ് കളി കണ്ടപ്പോൾ ആ മത്സരവേദിയിൽ അതുപോലെ ഒരിക്കൽ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിരുന്നു. അത് യാഥാർത്ഥ്യമായി മാറി. 14ാം ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്നത്, കുറച്ചു നേരം കൂടി കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സമനില സാധ്യമായിരുന്നു കൂടുതലും. റൂക്ക് F2 കളത്തിലേക്ക് മാറ്റിയപ്പോൾ എന്റെ സാധ്യത ഞാൻ കണ്ടിരുന്നു. ടൈ ബ്രേക്കിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുമ്പോഴാണ് ഡിങ്ങിന്റെ പിഴവ് സംഭവിച്ചത്. ഭാവിയിലെ എതിരാളികളെക്കുറിച്ച് എന്താണെന്ന ചോദ്യത്തിന്, വരുംകാല എതിരാളികൾ 2 വർഷം അകലെയാണല്ലോ. 2 വർഷത്തിലൊരിക്കലാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അതുവരെ കാത്തിരിക്കാമെന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത്. അർഹിച്ച ജയം അച്ഛൻ അവകാശപ്പെട്ടത് നിഹാൽ സരീൻ പറയുകയുണ്ടായി. ചാമ്പ്യനാകാൻ എല്ലാത്തിനും അർഹതയുള്ളയാളുടെ വിജയം, ഗുകേഷിന്റെ ലോക കിരീടത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. 2022 ചെന്നൈയിൽ നടന്ന ചെസ് ഒളിമ്പിക്സിൽ എന്റെ ടീം മെറ്റായിരുന്നു ഗുകേഷ് കളിച്ചത് 1ാം ബോർഡിൽ, ഞാൻ 2ലുമായിരുന്നു. 2 പേർക്കും അതാത് ബോർഡുകളിൽ സ്വർണം നേടാനായി. അദ്ദേഹവുമായുള്ള പരിചയം അതിന് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതുമായിരുന്നു. രാജ്യത്തിനകത്തും പുറത്തുമായി ടൂർണമെന്റുകളിൽ കണ്ടുമുട്ടിയവരായിരുന്നു ഞങ്ങൾ. പ്രജ്ഞാനന്ദയും ഗുകേഷും ഞാനും ഒരുമിച്ച് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു അനുഭവമാണത്. ഗുകേഷിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ടത് അദ്ദേഹം എത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്നത് തന്നെയാണ്. ടൂർണമെന്റ് തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കില്ല. ഒരിക്കൽ വിനയം വിട്ട് ആരോടും പെരുമാറാറില്ല. സമ്മർദ്ദ നിമിഷങ്ങളിൽ പോലും തികഞ്ഞ മര്യാദ. ടൂർണമെന്റുകളിൽ വിജയം നേടിയാലും തലക്കനക്കമില്ല. ഇങ്ങനെ ഒരാളായി ഗുകേഷിന് മാറാൻ കഴിഞ്ഞതിനും വലിയ നേട്ടങ്ങളിലേക്ക് ഉയരാനായതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ പിതാവിനുള്ള പങ്ക് അടുത്ത പരിചയമുള്ളവർക്കെല്ലാം അറിയാം. ഒരു സ്പോൺസറുടെ സഹായം പോലും ഇല്ലാതെയാണ് മകനെ അദ്ദേഹം ഏറെക്കാലം ടൂർണമെന്റുകൾക്ക് കൊണ്ടുപോയിരുന്നത്. ഏത് നേട്ടത്തിലും അഹങ്കരിക്കരുതെന്ന് മകനെ പഠിപ്പിച്ച അച്ഛന് കൂടി അവകാശപ്പെട്ടതാണ് ഈ വിജയം. ഇൻഡോ ചൈന പോരാട്ടമായി മാറിക്കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിൽ കോടിക്കണക്കിന് പേരുടെ പ്രതീക്ഷയുടെ ഭാരമുണ്ടായിട്ടും പൊരുതി വിജയം നേടാൻ ഗുകേഷിന് കഴിഞ്ഞു. തോൽവിയിൽ നിന്നും ഉയർക്കുന്ന ഫിനിക്സ്, GN ഗോപാൽ പറഞ്ഞു. ഒരു ചെസ് കളിക്കാരൻ എന്ന നിലയിൽ ഗുകേഷിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. 4 മാത്രം പറയാം. 18 വയസ്സേ ഉള്ളുവെങ്കിലും 30കാരന്റെ പക്വതയുണ്ടെന്നാണ് പ്രധാനം. ഒരു കളിയിലെ ജയവും തോൽവിയും ഒന്നും അടുത്ത കളിയിൽ ഗുകേഷിനെ ബാധിക്കാറില്ല. രണ്ടാമത് പറയേണ്ടത് ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ്. ഗാരി കാസ്പറോവ്, ബോബി ഫിഷർ, ആനന്ദ് തുടങ്ങിയവരുടെ മനസ്ഥിതി മോശം കരുനിരയിലും പ്രതിഷ്ഠ വിടാതെ കളിക്കുമെന്നതാണ് മൂന്നാമത്തേത്. നന്നായി പ്രതിരോധിക്കും. തോൽവി ഭീഷണിയുള്ള കളികൾ ഗുകേഷ് സമനിലയിലാക്കുകയോ വിജയിക്കുകയോ ചെയ്തതിന് ഉദാഹരണം ഏറെയാണ്. 4ാമത് കളിയിലെ വേരിയേഷൻസ് കണക്കുകൂട്ടി വിശകലനം ചെയ്യാനുള്ള കഴിവാണ്. ഇക്കാര്യത്തിൽ നിലവിൽ ഗുകേഷിനെ വെല്ലാൻ ആരും തന്നെയില്ല.